അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നേതാവിനെ മദ്ഹ് പറയാൻ തീരുമാനിച്ചു. ആ മദ്ഹ് പറഞ്ഞു തീർത്തു. അതാണ് ഖസീദത്തുൽ ബുർദ. ഇന്ന് പലയിടങ്ങളിലും പലരും പറയുന്നു ബുർദയെ ഞങ്ങൾ ഉയർത്തിക്കളഞ്ഞു എന്ന്. അതേ സമയത്ത് ലോകത്ത് പലയിടങ്ങളിലും ബുർദ വ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കബക്കയിൽ മാത്രമല്ല, കൊടിപ്പാടിയിൽ മാത്രമല്ല, പുത്തൂരിൽ മാത്രമല്ല, ദുബൈയിലും സൗദിയിലും ഖത്തറിലും ഒമാനിലും സുബ്ഹാനല്ലാഹ് നമ്മുടെ ഈ കല്യാണത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഖസീദത്തുൽ ബുർദയുടെ സദസ്സ്, ഓ കബക്കയിലുള്ള മുസ്ലിമീങ്ങളെ, അത് നിങ്ങൾ മാത്രം വീക്ഷിക്കുന്നതല്ല. ഇവിടെ അതാ ബുർദയുടെ അംഗങ്ങൾ ബുർദ ആലാപനം നടത്തുമ്പോ അത് വീക്ഷിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, പുത്തൂരിലുള്ളവർ മാത്രമല്ല, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ അത് ലോകം മുഴുവനും കാണണമെന്ന ഉദ്ദേശത്തോടുകൂടെ അതാ ഓൺലൈനിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. അത് ഇവിടുത്തെ പരിപാടിയും സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ഈ പരിപാടി അതാ സൗദിയിലുള്ളവർ കേൾക്കുന്നുണ്ട്, ഖത്തറിലുള്ളവർ കേൾക്കുന്നുണ്ട്. അങ്ങനെ വിദേശ രാഷ്ട്രങ്ങളിൽ എവിടെയെല്ലാം നമ്മുടെ പരിപാടി നോക്കുന്നുണ്ടോ, വീക്ഷിക്കുന്നുണ്ടോ, അവർ മുഴുവനും അത് കാണുന്നുണ്ട് കേട്ടോ. അവരെ കാണുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ ധൈര്യസഹിതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബുർദ എന്നത് കേവലം കർണാടകയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അതേ സൗദിയിലും ഖത്തറിലും ഒമാനിലും അങ്ങനെ വിദേശ രാഷ്ട്രങ്ങൾ എവിടെയെല്ലാം ഉണ്ട്. മലേഷ്യയിൽ പോലും സിംഗാപ്പൂരിൽ പോലും അത് എല്ലായിടത്തും കണ്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലായിടത്തിലും അതാ ബുർദ ആലാപിക്കപ്പെടുന്നു. ആ ബുർദയിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അത് മറ്റൊന്നുമല്ല, ചെറുപ്പക്കാരെ, മ്യൂസിക് പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് നൈമിഷികമായ സുഖം കിട്ടിയേക്കാം. അന്യപ്പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റിയിട്ട് പാട്ട് പാടിപ്പിച്ചാൽ, ഭീകരന്മാരെ രംഗത്ത് കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നൈമിഷികമായ സുഖം കിട്ടിയേക്കാം. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചോ, അള്ളാന്റെ റസൂലിനെ വാനോളം പുകഴ്ത്തപ്പെടുന്ന മജ്‌ലിസ് കൊണ്ട് നമ്മുടെ മനസ്സിൽ കിട്ടുന്നത് എന്താണെന്നറിയോ? ആ നേതാവിനോടുള്ള സ്നേഹമാണ്. അർഹമുർറഹീമീനായ അല്ലാഹ് അത്തരത്തിലുള്ള ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഒരൊറ്റ ചരിത്രം ബറക്കത്തിന് വേണ്ടി മാത്രം പറഞ്ഞു. ബുർദ ആരാധിക്കുന്ന അംഗങ്ങൾക്ക് ഞാൻ എന്റെ സ്ഥലം വിട്ടുകൊടുക്കുകയാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അതേ ഖിലാഫത്തുർ റാഷിദയിൽ അടക്കം കാണാൻ കഴിയൂ. 40 കൊല്ലം മഹാനവറുകൾ അതാ ദുനിയാവിൽ ഭരണം നടത്തിയ സ്വഹാബിയാണ്. അതിൽ 20 കൊല്ലം ഖലീഫയായി ഭരണം നടത്തിയ മഹാനാണ്. വേറെ 20 കൊല്ലം അമീറായി ഭരണം നടത്തിയ മഹാനാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുക്കുന്ന സമയത്ത് അതാ ഭരണം നടത്തിയ ദുനിയാവിനെ വിളിച്ച് പറയുകയാണ്, യാ അയ്യുഹബ്ബാർ, ഓ ദുനിയാവേ, ഓ ഭൗതിക ലോകമേ, ഇന്നി മല്ലക്തുകി 40 സന, ഓ ദുനിയാവേ, നിന്നെ ഞാൻ അതാ 40 കൊല്ലം നിന്നിൽ അധികാരം വെച്ച് പുലർത്തിയല്ലോ. 40 കൊല്ലം നിന്റെ മേലെ ഞാൻ അധികാരം സ്ഥാപിച്ചു. അതിൽ 20 ഖലീഫ, 20 കൊല്ലം ഖലീഫയായി ഞാൻ അധികാരം സ്ഥാപിച്ചു. 20 അമീറ, വേറെ 20 കൊല്ലമോ ഞാൻ അതാ അമീറായി നിന്റെ മേൽ അധികാരം സ്ഥാപിച്ചു. അതേ സമയത്ത് എനിക്കിപ്പോഴും മരണം വന്നിരിക്കുകയാണ്. ആ മരണം എന്നിലേക്ക് വന്നപ്പോ ആ മരണത്തെ എന്നെ തൊട്ട് തടയാൻ, ഓ ദുനിയാവേ, നിന്നെ നിയന്ത്രിച്ചവൻ ഞാനാണല്ലോ. ആ നിയന്ത്രിച്ച എന്നെ മരണത്തെ തൊട്ടൊന്ന് തടഞ്ഞു നിർത്താൻ ദുനിയാവാകുന്ന നിന്നെ കൊണ്ട് കഴിയുമോ? അത് കഴിയുമോ സുഹൃത്തുക്കളെ? ഇല്ല. ആരെല്ലാമാണ് ഇവിടെ മരണപ്പെട്ടു പോയത്? എത്ര വലിയ കൊമ്പന്മാരുണ്ട്,
എത്ര വലിയ കിബറന്മാരുണ്ട്, എത്ര വലിയ സ്വേച്ഛാധിപത്യം നടിച്ചവരുണ്ട്, എത്ര വലിയ അഹങ്കാരികളുണ്ട്, എത്ര വലിയ മുതലാളിമാരുണ്ട്, എത്ര വലിയ എസ്റ്റേറ്റിന്റെ മുതലാളിമാരുണ്ട്, എത്ര വലിയ ബിൽഡിങ്ങിന്റെ മുതലാളിമാരുണ്ട്, എത്ര വലിയ ഭൂസ്വത്തിന്റെ ഉടമകളുണ്ട്. അവരെല്ലാം ഇന്ന് ഖബറിലാണ് കേട്ടോ. എന്തിനേറെ പറയണം മുസ്ലിമേ, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും വളരെയധികം ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വഫാത്തായി പോയ മഹാനാണ്. വലൗ കാനത്തി ദുനിയാ തദുമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരാൾ അവിടുന്ന് ശാശ്വതമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകേണ്ടിയിരുന്നു. ആ നേതാവ് പോലും വഫാത്തായി പോയല്ലോ. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, അത് ഖുർആനല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് വഫാത്തായതുകൊണ്ട് എല്ലാവരും വഫാത്താകുന്നു എന്നതിൽ സംശയം വേണ്ട. ഇതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് ദുനിയാവിനെ വിളിച്ച് പറഞ്ഞപ്പോ ദുനിയാവിലെ അതാ മരണത്തെ തൊട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു, ഓ ചെറുപ്പക്കാരാ, ഞാൻ ഇനി പറയുന്ന വിഷയം ശരിക്കും ചിന്തിച്ചോ, ഇനി പറയുന്ന വിഷയം ശരിക്കും ഒന്ന് ആലോചിച്ചോ. അവിടെ നദാ ഇത് പറഞ്ഞ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരായ സ്വഹാബാക്കളെ വിളിച്ചു. ആ സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞു, ഓ സ്വഹാബത്തേ, എന്റെ ഹയാത്ത് കാലത്ത്, എന്റെ ജീവിതകാലത്ത് എന്റെ നേതാവും എന്റെ ഉസ്താദുമായ, എന്റെ ശൈഖും എന്റെ എല്ലാമെല്ലാമായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഹയാത്ത് കാലത്ത് എനിക്കൊരു ഖമീസ് ധരിപ്പിച്ചിരുന്നു. ശിഷ്യന്മാർക്ക് ഉസ്താദുമാര് ഖമീസ് കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ആ ശിഷ്യനായ എനിക്ക് എന്റെ ഉസ്താദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുത്തെ ഹയാത്ത് കാലത്ത് എനിക്കൊരു ഖമീസ് ധരിപ്പിച്ചിരുന്നു. ആ ഖമീസ് ധരിപ്പിച്ച ഖമീസ് അതാ ഞാനിപ്പോൾ നിങ്ങളെ കയ്യിൽ തരികയാണ്. ആ ഖമീസ് അതാ എന്നെ മറമാടുന്ന സമയത്ത്, എന്നെ കഫൻ ചെയ്യുന്ന സമയത്ത് ഈ ഖമീസ് ഒന്ന് ധരിപ്പിക്കണേ. അത് മാത്രമല്ല, പിന്നെയോ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒരു വിഷയം എന്താണെന്നറിയോ? അതാ എന്റെ വീട്ടിൽ ഞാനൊരു സ്ഥലത്ത് കുറച്ച് നഖങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. ആ നഖം ആരുടെ നഖമാണ്? ആ ഉഗ്ര്, നമ്മൾ ഉഗ്ര് എന്ന് പറയുന്നത് നഖം. ആ നഖം ആരുടെ നഖമാണ്? അത് ഒരൊറ്റ MLA-യുടെ നഖമല്ല, ഒരു MP-യുടെയും നഖമല്ല, ഒരു പ്രധാനമന്ത്രിയുടെയും നഖമല്ല, ഒരു മുഖ്യമന്ത്രിയുടെയും നഖമല്ല, ഒരു പ്രസിഡന്റിന്റെയും നഖമല്ല, ഒരു സെക്രട്ടറിയുടെയും നഖമല്ല, ഒരൊറ്റ മനുഷ്യന്റെയും നഖമല്ല. അതൊരു സാധാരണക്കാരന്റെ നഖമല്ല. അത് എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം, അസാധാരണ മനുഷ്യനെന്ന് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിച്ച് പുലർത്തുന്ന ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖമാണ്. ആ നഖം എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ നഖം അതാ നിങ്ങൾ കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നറിയുമോ? ആ നഖത്തെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണോ? എന്തിനാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്? ഹോർലിക്സിനിട്ട് കുടിക്കാൻ വേണ്ടിയല്ല. ആ നഖത്തെ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണോ? എന്നിട്ട് അത് നല്ല ഒരു പൗഡർ പോലെയായി മാറുന്നു. അതാ മിഷനിലിട്ട് ഗ്രൈൻഡ് ചെയ്താൽ നല്ലൊരു പൗഡർ പോലെയായി മാറുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം അതൊരു പൗഡർ പോലെ ആയ ശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നഖത്തിന്റെ പൊടിയുണ്ടല്ലോ, അത് എന്റെ വായയിൽ നിങ്ങളൊന്ന് വെക്കണേ, എന്റെ രണ്ട് കണ്ണിലും ഒന്ന് വെക്കണേ. അങ്ങനെ നിങ്ങൾ എന്നെ ഖബറിൽ മറമാടണോ? ഓ ചെറുപ്പക്കാരാ, ഇത് പറഞ്ഞ ശേഷം മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ സ്വഹാബത്തേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖമീസ് എനിക്ക് ധരിപ്പിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ആ നേതാവിന്റെ നഖം അത് പൗഡർ പോലെ ചെയ്യുന്നു. അത്
എന്റെ തൊള്ളയിലും എന്റെ 2 കണ്ണിലും നേത്രങ്ങളിലും അത് നിങ്ങൾ വെച്ചു തരണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ലിഅൻ അനാല ബറകതഹുൽ കരീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബറകത്ത് അത് എന്റെ ഹയാത്ത് കാലത്ത് മാത്രം കിട്ടിയാ പോരാ, എന്റെ ജീവിതകാലത്ത് മാത്രം കിട്ടിയാ പോരാ. അതിന്റെ ഏറ്റവും വലിയ ബറകത്ത് എനിക്ക് കിട്ടേണ്ടത് ഞാൻ എന്റെ പാരിടത്തിൽ കിടന്ന് വിശ്രമിക്കുന്ന നേരത്താണ്. അതുകൊണ്ട് എന്നെ ഖബറിൽ കിടത്തുമ്പോ എനിക്കതിന്റെ ഒരു ബറകത്ത് കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹ്. മുആവിയ റളിയല്ലാഹു അൻഹു നിസ്കാരം ഖളാഅക്കിയ സ്വഹാബിയല്ല, മദ്യപിച്ച സ്വഹാബിയല്ല, കണ്ടുകെട്ടിയ പെണ്ണിന്റെ പിന്നിൽ പോയ സ്വഹാബിയല്ല. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതാ വോയിസ് ചാറ്റിലൂടെയും മറ്റുള്ള എല്ലാ ഇന്റർനെറ്റ് സൗകര്യ മാധ്യമങ്ങളിലൂടെ അന്യ പെണ്ണുങ്ങളോടെ കമന്റടിച്ച നേതാവല്ല. എന്നിട്ട് പോലും അവിടുന്ന് കൊതിച്ചതെന്താണ്? എന്റെ ഖബറിൽ എനിക്ക് ആ നേതാവിന്റെ ബറക്കത്ത് കിട്ടണം. ഓ ചെറുപ്പക്കാരാ, ആ നേതാവിന്റെ ബറക്കത്തും നമുക്ക് കിട്ടണം. ആ നല്ല ഒരു നിയ്യത്ത് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മജ്‌ലിസ് അതാ അത്തരത്തിലുള്ള നേതാവിന്റെ മഹത്വമായ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലും ജീവിതാനന്തരവും നമ്മുടെ ജീവിതത്തിലുടനീളം ആ ബറക്കത്ത് നേടിയെടുക്കാൻ കാരണമാകുന്ന ഒരു മജ്‌ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയ സുഹൃത്ത് ശിഹാബുദ്ദീനിന്റെ ദാമ്പത്യ ജീവിതത്തിലുടനീളം അല്ലാഹു റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഒരു പ്രയാസവുമില്ലാതെ ആ കല്യാണ വിഷയങ്ങളെല്ലാം വളരെ ഭംഗിയായി നീ നടത്തി തരണേ അല്ലാഹ്. ഒരുപാട് സുന്നിയത്തിന്റെ സുന്ദര കുസുമങ്ങള് അജയ്യനാഥനായ നീ വിരിക്കണേ അല്ലാഹ്. അത് നല്ല രൂപത്തിൽ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഈ വീട്ടുകാർക്ക് മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട് അല്ലാഹുവേ, ഞാനടക്കമുള്ള എല്ലാ മുതഅല്ലിമീങ്ങൾക്കും ആഫിയായ ഇൽമ നീ എത്തിത്തരണേ അല്ലാഹ്. നിന്റെ ഫള് കൊണ്ട് വല്ല ഇൽമും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിയാവ ഇൽമാക്കാതെ ഉഖ്റവിയാവ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഇൽമാക്കി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.